എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ റിച്ചസ് ഗാർഡൻ ഔട്ട്ലെറ്റിൽ നിന്നും നിമിഷ നേരം കൊണ്ട് പച്ചക്കറി വിത്തുകൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു സംരംഭം വലിയ വിജയമാക്കിയ എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഒട്ടും കാത്തു നിന്നില്ല, ഉടനടി നമ്മൾ പുതിയ സ്റ്റോക്കുമായി എത്തിയിരിക്കുകയാണ്. വിത്തുകൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ആവശ്യപ്പെട്ട വെറൈറ്റീസുമായിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൃഷി അറിവുകൾക്കും വിത്തുകൾക്കുമായി നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിയാവുന്നതും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഫോൺ കോളുകൾ ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ താരമായ വിത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുതിയ സ്റ്റോക്കിലെ വിത്തുകൾ ഇവയാണ്. ആദ്യമായി നമ്മുടെ ഹൈബ്രിഡ് തക്കാളി വിത്ത് 810 രൂപയുടെ തക്കാളി വിത്താണിത്. അതായത് വെറും 10 ഗ്രാമിന് 810 രൂപ. ഇത്തരത്തിലുള്ള തക്കാളിയുടെ ഹൈബ്രിഡ് വിത്തുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 30 രൂപ മുതൽ. വേറെയും ഹൈബ്രിഡ് വിത്തുകളും വെറൈറ്റീസ് ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. അതിന് മുൻപ് ഈ തക്കാളി വിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനം വിത്താണ് ഇത്. അപ്പോൾ ഒട്ടുമിക്ക പൂക്കളും കായ്കളായി മാറുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തക്കാളി കൃഷി വിജയത്തിൽ ആവാത്തവർക്കായിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആദ്യമായി നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ്, അതിന് വേണ്ടിയിട്ട് മണ്ണിന്റെ കൂടെ ഒരു ഭാഗം ഒന്നുകിൽ ചകിരിച്ചോറ്, അതും അല്ലെങ്കിൽ ഉമ്മി കിട്ടുന്നവർക്ക് അതും യൂസ് ചെയ്യാം, മണൽ കിട്ടുന്നവർക്ക് അത് യൂസ് ചെയ്യാം. കഴിയാവുന്നതും എംസാൻഡ് ഉപയോഗിക്കാതിരിക്കുക, അതിന്റെ pH ആസിഡിക് ആയിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. ചുരുക്കി പറഞ്ഞ നല്ല ഇളക്കമുള്ളതും നീർവാഴ്ചയുള്ളതുമായ മണ്ണിലാണ് തക്കാളി ചെടി നന്നായിട്ട് വളരുന്നത് കണ്ടിട്ടുള്ളത്. കാരണം അതിന്റെ വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ നാര് പോലെ വേരുകളാണ്. ഇത്തരത്തിലുള്ള വേരുകളുള്ള ചെടികൾക്ക് നല്ല ഇളക്കമുള്ള മണ്ണ് അത്യാവശ്യം. ഈ പോട്ടി മിക്സിനെ കുറിച്ച് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ പല വീഡിയോയിലും പോട്ടി മിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തക്കാളിക്ക് വേണ്ട പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. അതായത് തക്കാളിക്ക് വേണ്ട പോട്ടി മിക്സിൽ നമ്മൾ മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇല്ലെങ്കിൽ ഉമി, പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ സ്യൂഡോമോണസ് കലക്കി ഒഴിക്കണം. അത് തൈ വെച്ച ശേഷം ഒഴിച്ചാലും മതി. അത്തരത്തിലുള്ളൊരു പോട്ടി മിക്സ് ആണ് ഇത്. ഇതിൻ്റെ ഒരു ഇളക്കം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി വിത്തുകൾ ട്രേകളിൽ പാകി മുളപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ 1 മാസം പ്രായമാകുമ്പോഴാണ് തൈകൾ പറിച്ച് നടേണ്ടത്. പറിച്ച് നടുമ്പോൾ സ്യൂഡോമോണസ് ലൈനിൽ അരമണിക്കൂർ മുക്കി വെച്ച ശേഷം നട്ടാൽ ചെടി നന്നായിട്ട് വളരുന്നത് ശ്രദ്ധയിൽപ്പെടും. ഇത്രയും ചെയ്ത ശേഷം പിന്നെ വഴിക്ക് പോകാത്തവരാണ് പലരും, അതുകൊണ്ടാണ് തക്കാളി കൃഷി വിജയിക്കാത്തതും. അപ്പോൾ ഇതിന് എന്തായാലും നിർബന്ധമായിട്ട് 3 ആഴ്ച കൂടുമ്പോൾ, അറ്റ്ലീസ്റ്റ് 2-3 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസിന്റെ ലൈനിയുടെ തെളി ഒഴിച്ചു കൊടുക്കണം. സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ച ശേഷം അതിന്റെ തെളിയാണ് എടുക്കുക. തീർന്നിട്ടില്ല, പിന്നെയും നമ്മൾ വളം ചേർക്കണം. പിന്നീടുള്ള വളം ചേർക്കൽ എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ വളം ചേർത്താൽ അത്രയും ഗുണം ചെയ്യും. പിന്നെ കീടനിയന്ത്രണത്തിനായി ഇടയ്ക്കിടെ ഏകദേശം 1 ആഴ്ച ഇടവിട്ട് 1.5 ആഴ്ച ഇടവിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലൊരു ഒറ്റ വെള്ളീച്ച പോലും വരില്ല, ഇല ചുരുളില്ല, അങ്ങനത്തെ കേസുകളൊന്നും തക്കാളി ചെടിക്ക് വരും. അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെടി പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. പൂക്കൾ കുറയുകയാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളം ചേർത്ത് കൊടുക്കും. പിന്നെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ്, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നമ്മുടെ അടുത്ത വിത്താണ് ക്യാബേജ്. ക്യാബേജ് കൃഷി എന്ന് പറഞ്ഞാൽ ക്യാബേജിന്റെ വിത്തുകൾ ഹൈബ്രിഡ് ആണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കില്ല. ആദ്യമായിട്ട് ക്യാബേജ് കൃഷി ചെയ്യുന്നവർ, കോളിഫ്ലവർ കൃഷി ചെയ്യുന്നവരൊക്കെ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കൃഷിയോട് ഒരു അടുപ്പവും സ്നേഹവും ഇഷ്ടമൊക്കെ. അതുപോലെ തന്നെ മല്ലിയുടെ ഹൈബ്രിഡ് വിത്തുകളും എത്തിയിട്ടുണ്ട്. പിന്നെ സ്നോ വൈറ്റ് കുക്കുംബർ ഹൈബ്രിഡ് വിത്തുകളാണ്. അത് വിത്ത് 1-ന് 1 രൂപയാണ്. പിന്നെ എപ്പോഴും നനയ്ക്കാൻ സൗകര്യമുള്ളവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ ചോളത്തിന്റെ വിത്തുകളും അവൈലബിൾ ആണ്. അപ്പൊ ഇതൊന്നുമല്ല, ഇനിയും കുറേ വിത്തുകളുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 35-36 ഇനം വിത്തുകൾ നിലവിൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ എത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, വിത്തുകൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വിത്തുകളും വിലവിവരങ്ങളും നിങ്ങൾക്കായി ഷെയർ ചെയ്യും. നമ്മൾ ഓർഡർ എടുത്ത വിത്തുകൾ 2 ദിവസത്തിനുള്ളിൽ പാർസൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നതിന് മുൻപ് നിങ്ങൾ കൺഫർമേഷൻ തരണം. കാരണം മറ്റൊന്നല്ല, വിത്തുകൾ ഓർഡർ തരും, പക്ഷെ പേയ്മെന്റ് ചെയ്യാത്തത് കൊണ്ട് പിന്നീട് 3-4 ദിവസം കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്യുമ്പോഴേക്കും ഈ അവർ ഓർഡർ ചെയ്ത ഓൾറെഡി അവർ റിക്വസ്റ്റ് ചെയ്ത വിത്തുകളൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പേയ്മെന്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ വിത്തുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വിത്തുകൾ ലോകമെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ. വിത്തുകളുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിക്കാം. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും. നന്ദി, നമസ്കാരം.